നമസ്കാരം. AKST ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അധ്യാപകരിലെ സർഗവാസനകൾ പ്രകടിപ്പിക്കുന്നതിന് സർഗാത്മക ഇടപെടലുകൾക്കുള്ള ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന വേദിയാണ് അധ്യാപക സർഗവേദി. ഇതിന്റെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ കൊല്ലം ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊല്ലം ജില്ലയുടെ അധ്യാപക സർഗവേദിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ഷാബു തെന്നൽ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ എന്ന അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സർഗവേദിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടന കർമ്മമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിൽ ഉദ്ഘാടകനായി നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത സിനിമാതാരവും നാടക പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമുള്ള നിരവധി വേഷങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചുമുള്ള നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പ്രമോദ് പുളിയനാട് സാറാണ്. അതുപോലെ തന്നെ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ അധ്യാപക സർഗവേദിയുടെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി ശ്യാമ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അധ്യാപകരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വേദിയാണ് നമ്മുടെ AKSTന്റെ സർഗവേദി. കുട്ടികളുടെ കലാമേളകൾക്ക് എല്ലായിടവും തുടക്കമായി. അതുപോലെ തന്നെ അധ്യാപകർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഒരു വേദി ഒരുക്കുകയാണ് സർഗവേദി. രാഷ്ട്രീയ സംഘടന എന്നതിനപ്പുറം അധ്യാപകർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് നമ്മുടെ AKST. ഇന്നത്തെ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ ശ്രീ പ്രമുഖ സിനിമാതാരം ശ്രീ പ്രമോദ് വെളിയനാട്, എന്തുകൊണ്ടും നമ്മുടെ ഉദ്ഘാടനത്തിന് യോജിച്ച വ്യക്തി തന്നെയാണ് അദ്ദേഹം. AKSTന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, സർഗവേദിയുടെ തുടക്കം മുതൽ സംസ്ഥാന തലത്തിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബിജു പേരയം, AKSTന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, എത്രയും പ്രിയപ്പെട്ട AKSTന്റെ മറ്റു സഖാക്കളെ എല്ലാവരെയും AKSTന്റെ ജില്ലാ സർഗവേദിയുടെ ഉദ്ഘാടന യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കലയും സാഹിത്യവും ഉൾപ്പെടെയുള്ള സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് അധ്യാപക സർഗവേദി. അധ്യാപകരുടെ രചന, അഭിനയം, പാട്ട് എന്നിങ്ങനെ വിവിധ മേഖലകളിലെ കഴിവുകളുടെ അവതരണമാണ് നമ്മുടെ ഈ അധ്യാപക സർഗവേദിയിലൂടെ നടപ്പാക്കപ്പെടുന്നത്. അധ്യാപകരുടെ സ്വാഭാവികമായ സൃഷ്ടിപരതയെ പ്രോത്സാഹിപ്പിക്കുകയും അധ്യാപക സമൂഹത്തിനുള്ളിൽ കലാസാഹിത്യ രംഗത്ത് സജീവ ഇടപെടലുകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ അധ്യാപകരുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സർഗവേദിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടന കർമ്മമാണ് ഇന്നിപ്പോൾ ഈ നിമിഷത്തിൽ നടക്കുന്നത്. ഇതിനെ ഉദ്ഘാടകനായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ തിരക്ക് പിടിച്ച ഒരു അഭിനേതാവും നാടകരംഗങ്ങളിൽ സജീവ പ്രവർത്തകനും നിരവധി വേഷങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ പ്രവർത്തിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും നമ്മുടെ മനസ്സിന്റെ ഇടങ്ങളിൽ ഒരു നല്ലൊരു വ്യക്തിത്വമായി മാറിയ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പ്രമോദ് വെളിയനാട് സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. സാറിനെ ഈ അധ്യാപക സർഗവേദിയിലേക്ക് ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺലൈനിലൂടെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരുപാട് മറ്റ് തലങ്ങളിലൊക്കെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പൊ അതും അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതുന്നു. അത് ഇതിലാകുന്നത് എനിക്കൊരു സന്തോഷം. ഞാനിതിലേക്ക് സമ്മതം മൂളിയതിന്റെ മറ്റൊരു കാര്യം, ഞാനും അധ്യാപനത്തിലൂടെ അരി മേടിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ അധ്യാപനം എന്ന് പറയുന്നത് ഞാനല്ല, എൻ്റെ വൈഫ് ടീച്ചറാണ്, പ്രീ പ്രൈമറി ടീച്ചറാണ്. അപ്പം ആ ഒരു സ്നേഹം ടീച്ചർമാരോടുണ്ട്. പിന്നെ എന്നെ ഈ കരുതിയതും അല്ലെ ഈ കലാരംഗത്തേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയതും ഒക്കെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അതിൽ എന്നെ സംഗീതം പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറാണ് ശരിക്കും എൻ്റെ കലയിലെ അല്ലെ എനിക്ക് ഇതിനോടൊരു എനിക്കൊരു ഒരു തോന്നൽ അല്ലെ കലാകാരനാകണം എന്നുള്ള എന്നിലൊരു കലാവാസന ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എൻ്റെ സംഗീത ടീച്ചറാണ്.
അപ്പോൾ ആ ടീച്ചറെ ഈ നിമിഷം നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ ഓർക്കുന്നു. പിന്നീട് സ്കൂൾ കാലഘട്ടത്തിന് ശേഷം കാണാൻ പറ്റിയിട്ടില്ല. എവിടെയാണെന്നോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ടീച്ചർ എവിടെയാണെന്നല്ല. ഇപ്പൊ ടീച്ചറിന്റെ ഉണ്ടെങ്കിൽ ടീച്ചർ ജീവനോട് ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ടീച്ചറോടുള്ള കടപ്പാടോട് രേഖപ്പെടുത്തുന്നത് ഇപ്പം വളരെ സന്തോഷം. കാരണം ഈ അധ്യാപകർ എന്ന് പറയുന്നത് വലിയ കലാകാരന്മാർ അല്ലെ, കലാകാരികൾ. അത് സത്യമാണ്. അതിന്റെ കാര്യം എത്രയോ ആളുകളുടെ മുന്നിൽ എന്നും പെർഫോം ചെയ്യുന്നവരാണ്. കൃത്യമായ ഒരു പെർഫോമൻസ് ആണ് ഒരു അധ്യാപനം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഹൃദ്യസ്ഥമാക്കി ടീച്ചർമാരാണെങ്കിൽ അത് ബൈഹാർട്ടാക്കി അല്ലെങ്കിൽ അതിന്റെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് കുട്ടികളുടെ മുന്നിൽ അത് വിളമ്പി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഈ അറിവിനെ വിളമ്പി കൊടുക്കുന്ന ഒരു വല്ലാത്ത പെർഫോമൻസ് ഉണ്ട്. അത് ഞാൻ ചെറിയ രീതിയിൽ അനുഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ കുട്ടികൾക്ക് നാടകങ്ങൾ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അധ്യാപകന്റെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അധ്യാപകനാണ്. പക്ഷേ ഈ പള്ളിക്കൂടത്തിൽ പോകുന്നവരെ മാത്രമേ അധ്യാപനാകത്തുള്ളൂ എന്നുള്ളതുകൊണ്ടും വിദ്യാഭ്യാസം ഉള്ളവർക്ക് അധ്യാപനാകാൻ ഒക്കത്തുള്ളൂ എന്നതുകൊണ്ടും എനിക്ക് ആ മേഖലയിലേക്ക് കൂടുതലായിട്ട് വിരാജിക്കാൻ ഒക്കാത്ത പോയ ഒരാളാണ്. പക്ഷെ അധ്യാപനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധ്യാപനം പോലീസുമായിരുന്നു എന്റെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഈ കല ഒഴിച്ചാൽ പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന മേഖല രണ്ടും അതായിരുന്നു. അത് രണ്ടിനും പള്ളിക്കൂടത്തിൽ പോകണമെന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ടീച്ചർമാര് കുട്ടികളെ പല രീതിയിൽ പല മാനസികാവസ്ഥയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രയാസത്തിലും അല്ലെ സന്തോഷത്തിലും എല്ലാം അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അവർ തളർന്നു പോകുന്ന സമയങ്ങളിലും അവർ എന്തായിരിക്കുന്ന സമയങ്ങളിൽ അവരുടെ മാനസിക വ്യതയെ മാറ്റുന്ന ഒരു വലിയ എന്താ പറയുക ഒരു വൈദ്യനാണ് ഒരു അധ്യാപകൻ. ഒപ്പം അധ്യാപകനെക്കാട്ടിലുപരി നമ്മളെ ചേർത്ത് പിടിക്കുന്നത് എനിക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടായിരുന്ന അധ്യാപകർ ഉണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി വരെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഭയങ്കരമായി മനസ്സിനെ ചേർത്ത് പിടിച്ച ചില അധ്യാപകരുണ്ട്. അവരെയൊക്കെ ഞാനിപ്പോ പറഞ്ഞതുപോലുള്ള സംഗീത ടീച്ചർ ഉൾപ്പെടെയുള്ളത്. അപ്പൊ കുട്ടികളുടെ ഈ അധ്യാപൻ അല്ലെ ഗുരുനാഥൻ എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ അധ്യാപകന്മാരെന്ന് പറയുന്നത് ഇപ്പൊ എന്റെ മോനൊക്കെ പറഞ്ഞു കേൾക്കാം, സാറൊക്കെ ഭയങ്കര തോളെ കൈയിട്ട് നടക്കാം. ഒരു ടീച്ചർ തോളെ കയ്യാൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ തോളൽ കൈയിട്ടു എന്ന് പറയുമ്പോൾ അവന് കിട്ടുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്. അത് വളരെ വലുതാണ്. അല്ലാതെ സിലബസിലുള്ളത് മാത്രം പഠിപ്പിച്ച് ഒരു അമ്യൂൾ ബേബി പോലെ ഉണ്ടാക്കിയെടുക്കുന്നവരല്ല ശരിക്കും ഉള്ള അത്. അങ്ങനെയുള്ള അധ്യാപകരെ നമ്മൾ ചിലപ്പോൾ അവരെ ഭയത്തോടെ അവരുടെ മുന്നിൽ നമ്മൾ അവരോട് പെർഫോം ചെയ്തതിനെക്കാട്ടിൽ ഗംഭീരമായി കുട്ടികൾ നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യും എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ. അങ്ങനല്ല. പക്ഷെ എന്റെ മനസ്സിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ അധ്യാപകൻ ചില സമയത്ത് അച്ഛനായിരിക്കണം, ചില സമയത്ത് നല്ല സുഹൃത്തായിരിക്കണം, ചില സമയത്ത് നല്ല അമ്മയായിരിക്കണം, നല്ല കൂട്ടുകാരനായിരിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ തുറന്നു പറയുന്നത്. ഇപ്പോഴത്തെ പല പത്രങ്ങളൊക്കെ എടുത്ത് നോക്കണില്ല, അധ്യാപകരോടാണ് പല കാര്യങ്ങളും കുട്ടികൾ ആദ്യം പറയുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അധ്യാപകരുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ മുന്നിലാണ്. എന്റെ ജീവിതത്തിലെ എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് കിട്ടിയ 2 ഗുരുനാഥന്മാരാണ്. ഒന്ന് അഭയൻ കലൂർ എന്ന് പറയുന്ന എന്റെ നാടക ഗുരുനാഥൻ, ഒന്ന് അതേപോലെ തന്നെ അതേ ക്ലാസ്സിൽ തന്നെ നിൽക്കുന്ന ഫ്രാൻസിസ് ടി മാവേലിക്കർ. 2 ഗുരുനാഥന്മാരാണ്. ഞാൻ എപ്പോഴും എന്നും ഏത് നിമിഷവും എന്ത് കലാപരമായ കാര്യങ്ങൾക്കാണെങ്കിലും എന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളായുള്ള എന്ത് കാര്യം ഒരു ഈശ്വരനെ വിളിക്കണം എന്ന് അങ്ങനെ തോന്നുന്ന ഒരു സമയം വരുമ്പോൾ ഞാൻ അത്ര കടുത്ത ദൈവവിശ്വാസിയല്ല. അപ്പോൾ എന്റെ ദൈവങ്ങൾ എന്റെ ഗുരുനാഥന്മാരും എന്റെ മാതാപിതാക്കളും ഒക്കെ വിശ്വസിക്കുന്നതാണ്. അപ്പൊ മാതാപിതാ ഗുരു എന്ന് പറയുന്നത് അതിനുശേഷമാണ് ദൈവത്തിന് സ്ഥാനം. അപ്പം മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവിന് കിട്ടുന്ന സ്ഥാനം, ഗുരു എന്ന് പറയുന്നത് അവരുടെ ഓർമ്മയിൽ എപ്പോഴും നോക്കി നിൽക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി NSS സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതി. അന്ന് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ രാമേന്ദ്ര സാറ് എന്നെ നാടകം എന്നാണ് വിളിച്ചിരുന്നത്. ആ വിളി അതിനുശേഷം ഞാൻ സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയതിനു ശേഷം സാറിനെ കാണാനിടയായി. സാറോട് എന്ന് പറഞ്ഞു, സാറൊന്ന് വിളിച്ചതുപോലൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്, നാടകം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു വലിയ സാറിന് കൊടുക്കാൻ പറ്റിയ സാർ എനിക്ക് ഇട്ട ഒരു പേര് അല്ലെ, എന്റെ നാടകക്കാരൻ എന്ന് ആ സ്കൂളിൽ അറിയപ്പെടുത്തി തന്നെ സാറിന് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഞാൻ ആ വാക്കുകൾ. ഇങ്ങനെ ആകാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, വൈഫാണേലും വൈഫ് പ്രീ പ്രൈമറി ടീച്ചറാണ്. അപ്പൊ തീരെ കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ അവരുടെ രസങ്ങളെ വന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം. അവര് ടീച്ചറമ്മയെന്നോ അല്ലെ എന്റെ വൈഫിന്റെ ഒരു പ്രജിതനാണ്. അപ്പൊ പെയ്ത ടീച്ചറാണ് വിളിക്കുന്നത്. പെയ്ത ടീച്ചറെന്ന് വിളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അല്ലെ, കുഞ്ഞുങ്ങളുടെ അവരുടെ വൈകുന്നേരങ്ങളിൽ അവർ ഫോൺ ചെയ്ത് അവരോടൊക്കെ അവരുടെ വീട്ടുകാരോട് സംസാരിക്കുന്നതും വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നതും പിറ്റേ ദിവസം വന്ന് പറയുന്നതും ഇവിടെ തമാശകളും രസങ്ങളും ഒക്കെ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ ഇത് ഒന്ന് കേൾക്കുമ്പോൾ. അപ്പം ഇത്തിരി സംസാരിച്ചാൽ മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് പോകേണ്ട ഒരു തിരക്കുണ്ട്. നാളെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വള്ളംകളിയുണ്ട്, മുട്ടാറം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അത് ഞാനിവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വള്ളംകളിയുടെ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനൊരു നാടക പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തോടു കൂടി ഈ AKSTU അല്ലെ, അത് എനിക്ക് ആദ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല കൊല്ലത്ത്. അപ്പൊ അതിനിടയിൽ ഒരു സഖാവെന്ന് കേട്ടോ വലിയ സന്തോഷം തോന്നി. അപ്പൊ എല്ലാ സഖാക്കന്മാർ ഞാനും സഖാവായിരുന്നു.
അപ്പം ആയിരുന്നു എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം കേട്ടോ, അങ്ങനെ കാണാവുള്ളൂ. നമുക്ക് ആ ആശയങ്ങളോടും സന്തോഷങ്ങളൊക്കെ ഉണ്ട്, അത് ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുന്ന ഒരാളാണ്. കാരണം പ്രത്യേകിച്ച് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാനൊരു പക്ഷം ചേരുന്നത് ശരിയല്ലാത്തത് കൊണ്ടും, പക്ഷെ നമ്മുടെ ഒരു പാട്ട് പാടിയാലോ, അല്ലെങ്കിൽ ഒരു നാടകം കളിച്ചാലോ, അല്ലെങ്കിൽ എന്റെ ഒരു പെർഫോമൻസ് കണ്ടാലോ, എന്റെ ഒരു സിനിമ കണ്ടാലോ കൈയടിക്കുന്ന ഒരുപക്ഷം ആളുകളല്ല, എല്ലാ പക്ഷത്തിൽ നിന്നുള്ള ആളുകൾ. അതുകൊണ്ട് തുറന്നൊരു അങ്ങനെ ഒരു വിശ്വാസി അല്ല. അപ്പൊ എങ്കിൽ കൂടി എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, ഉണ്ട്, അത് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മുഴുവൻ ആളുകൾക്കും ഈ അധ്യാപകരുടെ സർഗ വാസനകളെ ഉയർത്തിക്കാട്ടുന്നതിന് ശരിക്കും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കുട്ടികളെ പെർഫോം ചെയ്യിക്കാൻ വേണ്ടി അധ്യാപകർ കിടന്ന പെടാപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീടിനടുത്ത് കിടങ്ങണ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര പെർഫോമർമാരാ. എന്നിട്ട് കുട്ടികളിലേക്ക് അവർ പകർന്നു കൊടുക്കുന്ന ഒരു രസം ഭയങ്കര ഭംഗിയുണ്ട്. അത് ഭയങ്കരമായി നമ്മളൊക്കെ പറയുന്നതിനെക്കാട്ടിൽ ഒരുപാട് രസങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുള്ള രസങ്ങളൊക്കെയാണ് അവരുടെ മുഖത്തുനിന്ന് വരുന്നത്. അപ്പൊ അതൊക്കെ അവർക്ക് അങ്ങനെ ആയി ഒരു അധ്യാപകൻ അല്ലെ ഒരു ജോലി ആയതിനു ശേഷം അവരതിൽ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന കല എപ്പോഴും ക്യാൻസർ പോലെ, കല ഉള്ളിലുള്ളവനെ അതുകൊണ്ടേ പോകും. അതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും അവരത് എവിടെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ കൂടുതലായി സംസാരിച്ച് ഞാൻ മോശക്കാരനാകുന്നില്ല. സർഗവേദിയുടെ ഈ മഹനീയമായ ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത്, നേതൃത്വം സർഗവേദി, ഈ അല്ലെ കൊല്ലം ജില്ലാ സർഗവേദി. അപ്പം അതിന്റെ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ ടീച്ചേഴ്സിനും, അല്ലെങ്കിൽ അതിന്റെ മുന്നിലും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കരുത്തുറ്റരായ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടും, ഷാബു തണൽ അല്ലേ, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. പലതവണ വിളിച്ചു. അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ വീട്ടിലായിരുന്നു. അപ്പൊ 2-3 തിരക്കിലേക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് മുഴുവൻ ആളുകളോടും, ഈ എന്നെ കേട്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും, അതിന്റെ മുന്നിൽ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളോടും, ഒപ്പം നല്ല കുട്ടികളെ വാർത്തെടുക്കുന്ന, പുതിയ തലമുറ വാർത്തെടുക്കുന്ന അധ്യാപകർ എന്ന് പറയുന്ന ഈ അധ്യാപനം എന്ന് പറയുന്ന ഈ മഹത്തരമായ ജോലി ചെയ്യുന്ന നിങ്ങളോടും ഗുരുക്കന്മാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തെങ്കിലും മോശം പദങ്ങളോ വാക്കുകളോ പ്രമോദ് വെള്ളിനാടിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സോറി, എന്റെ വിവരക്കേടായി കാണുക. മറ്റെന്തെങ്കിലും നന്മകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഗുരുക്കന്മാരുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അത് പടരട്ടെ, പന്തലാകട്ടെ, തണലാകട്ടെ. ആ തണലിൽ നമുക്ക് ചേർന്നിരിക്കാം. എല്ലാവരുടെയും മൗന അനുഭവത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. സ്നേഹ നമസ്കാരം. നന്ദി സാറേ, നന്ദി. വളരെയധികം നന്ദിയുണ്ട് സാറേ. ഞാനൊന്ന് മാറിക്കോട്ടെ? തീർച്ചയായിട്ടും. മുഖ്യപ്രഭാഷകരായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബിജു പേരേം സാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന അധ്യാപക സർഗവേദിയുടെ സംസ്ഥാന മുൻനിര നായകനുമായ ശ്രീമാൻ ബിജു പേരേം അവരുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാബു സാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രമോദ് വെളിയനാട്, പ്രിയ കലാകാരൻ, സംഘടനയുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ബിനു പട്ടേരി മാഷ്, AKSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയശ്രീ ടീച്ചർ, കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റ് സജീവ് കുമാർ സാർ, ജില്ലാ ട്രഷറർ കിഷോർ മാഷ്, സർഗവേദിയുടെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ ശ്യാമ ടീച്ചർ, പ്രിയപ്പെട്ട രതീഷ് സംഗമ സാറ്, AKSTയുടെ പ്രിയപ്പെട്ട സംസ്ഥാന നേതാക്കൾ നദീറ ടീച്ചർ, പ്രീത ടീച്ചർ, ഷൈനി ടീച്ചർ, അനൂപ് സാറ്, ബീന ടീച്ചർ തുടങ്ങി സംഘടനയിലെയും സർഗവേദിയിലെയും പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്ന കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ട പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സംസ്ഥാനത്ത് ഈ ഒരു ഫോറം ഉദ്ഘാടനം ചെയ്ത ശേഷം ജില്ലാതലത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വേദി, അതും അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ചെയർമാനും കൺവീനറും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ മറ്റൊരു ജില്ലയിലും ഈ ഘടകങ്ങൾ ഇത്ര കണിശതയോടെ ചെയ്തിട്ടില്ല. ഉദ്ഘാടകനെ പറ്റിയും പറയാതെ വയ്യ. എത്ര പേർക്ക് ഈ പ്രമോദ് വെളിയനാടിനെ മുൻപരിചയമുണ്ട് എന്നോ, അദ്ദേഹത്തിന്റെ സിനിമകൾ എത്ര കണ്ട്, സിനിമയിൽ അദ്ദേഹം വളരെ റീസെന്റ് ആയിട്ട് വരികയും എന്നാൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നാടകരംഗത്ത് കൊല്ലത്തെ പ്രിയപ്പെട്ട നടൻ മുരളിയെ പോലെ, നമ്മുടെ അഭിനയ കുലപതി തിലകനെ പോലെ ശബ്ദത്തിലെ ഘനഗംഭീരമായ ഒരു ശബ്ദത്തിന്റെ ഉടമയാണ്. വ്യത്യസ്തമായ ഒരു അഭിനയ രീതിയും പുലർത്തുന്ന പ്രിയ കലാകാരന് ഇതിന് ഒരു അഭിനന്ദനം. പ്രത്യേകിച്ച് നമ്മള് അധ്യാപകരെല്ലാം 3-4 ദിവസത്തെ ടൂറും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും നമ്മൾ ഓൺലൈനിൽ കൂടിയ ഈ പരിപാടിക്ക് എത്തിയ അദ്ദേഹത്തിന് വലിയ ഒരു കയ്യടി നമുക്ക്
കൊടുക്കണം. അതൊരു സർഗവേദിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിൽ തന്നെ അങ്ങനെ അദ്ദേഹത്തിനെ അത്രയധികം ഒരു കലാകാരൻ എന്ന രീതിയിൽ മാനിക്കുകയാണ്. നമ്മുടെ ഈ പ്രവർത്തനം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ശേഷത്തിന് ഒടുവിലാണ്, ആദ്യത്തെ വളരെ ഒരു സ്ട്രഗിളിംഗ് പീരീഡിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് നമ്മൾ ഈ സർഗവേദി സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു അധ്യാപക കലോത്സവം നടത്തിയത്. അത് കഴിഞ്ഞ വർഷമാണ്, എറണാകുളത്താണ്. അതിൽ മികച്ച പിന്തുണ ഉണ്ടായത് കൊല്ലത്തെ അധ്യാപകരാണ് അതിന് തന്നത്. ആ പിന്തുണ അത് കൊല്ലത്തെ പരിപാടിയിൽ പറയുന്നത് കൊണ്ടല്ല, അത് വാസ്തവമാണ്. 20ഓളം പേര് ഇവിടുന്ന് രാവിലെ കൊല്ലത്തേക്ക് വരികയും മിക്ക പരിപാടികളിലും ഒരു പരിപാടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി അവര് ആ സ്റ്റേജുകൾ കൈയടക്കിയത് കാരണമാണ് നമുക്ക് ആ ഒരു പരിപാടി ആദ്യമായിട്ട് അത്രയും കണ്ട് വിജയമായത്. അതുപോലെ ഈ സർഗവേദിയുടെ പിറവി തന്നെ കൊല്ലത്തെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരുടെ പിന്തുണ കൊണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മാഷ്, പിന്നെ സിജുകുമാർ സാറ്, നേരത്തെ രമേശൻ മാഷ്, ഇപ്പോൾ ഇതിന്റെ സാരഥ്യം വഹിക്കുന്ന ബിനു മാഷ്, രവീർ സംഗമം ഉൾപ്പെടെ ഒരു പ്രോഗ്രാമോ നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആശങ്കകൾ മനസ്സിലാക്കി ഇങ്ങോട്ട് വിളിക്കുകയും അതെന്താണ് ആവശ്യമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരികമായ കേരളത്തിലെ ഒരു മികച്ച ജില്ലയാണ്. ഇതിന്റെ സർഗവേദി എന്നുള്ളതല്ല, നമുക്ക് ഈ സർഗവേദി കൊണ്ട് AKSTU കലാകാരന്മാർ മാത്രമല്ല നമ്മുടെ ഇതിലേക്ക് വന്നത്. പല സംഘടനയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഈ AKSTU ഈ സർഗവേദി വഴി വന്നിട്ടുണ്ട്. അടിക്കടി നമ്മൾ പ്രോഗ്രാമുകൾ ഇടുകയും, കാര്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വരെ വളരെ സജീവമായിട്ട് ഓഫ്ലൈനിലെക്കാളും സമന്വയിപ്പിച്ച ഒരു രൂപമാണ് സർഗവേദി കൂടെ പുറത്തു വന്നത്. പുസ്തകങ്ങൾ പുറത്തിറക്കുകയും ഇതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്ര ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സർഗവേദി എന്നുള്ള ആ ഒരു വേദി കഴിഞ്ഞ 3-4 വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും. ഈ പരിപാടി ഓൺലൈനിലും ഇപ്പൊ ഈ ജില്ലയെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 14 ജില്ലകളിൽ സർഗവേദിയുടെ ജില്ലാതലത്തിൽ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതും അതെ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്, അത് ഒരുപക്ഷെ ഇവിടെ കൊല്ലം ജില്ല ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് സംഘടനയ്ക്ക് തന്നെയാണ് അതിന്റെ ഒരു കഴിവ്. നമ്മള് പല കലാവേദികളും ഇതുപോലെ ഉണ്ട്, പലതരത്തിലും പുറത്തുള്ള ആൾക്കാരെയും അധ്യാപകരെയും മറ്റ് പേരെയൊക്കെ ഉൾപ്പെടുത്തി ധാരാളം കലാവേദികൾ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പരിപാടി ഇത്ര കണ്ട് വിജയമാക്കി മാറ്റിയതിൽ കൊല്ലത്തെ AKSTUവിന്റെ ചെങ്കൊടി ഏന്തുന്ന പ്രിയപ്പെട്ട സഹാക്കൾ, കലാകാർ, കലാ ആസ്വാദകർ, ആ അധ്യാപകർക്കൊക്കെ ഒരുപാട് പങ്കുണ്ട്. അവർക്കൊക്കെ ആശംസകളും അഭിവാദ്യങ്ങളുമാണ്. വേദിയിലേക്ക് വന്ന ഒരുപാട് നമ്മുടെ വേദിയിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മുതൽ സാംസ്കാരിക നായകന്മാര്, ധാരാളം കലാകാരന്മാര്, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സംസ്ഥാന കലോത്സവം പല പിന്നണി ഗായികയും മിമിക്രി കലാകാരന്മാരും എല്ലാവരും കൂടി ചേർന്ന് ജോയിന്റ് ആയിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും ഈ ഒരു വേദിയുടെ ഉദ്ഘാടനം ജില്ലാ തലത്തിലും സംഘടനാ തലത്തിലും നമ്മുടെ കലാവേദിയുടെ രൂപത്തിലും ഏത് രീതിയിൽ നോക്കിയാലും ഇതൊരു മാതൃകയാണ്. പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, കലാകാരന്മാരെ, കലാസ്വാദകരെ, ഈ കൊല്ലം ജില്ലയുടെ ഈ പ്രവർത്തനത്തിന് ഞാൻ ഇപ്പൊ മുഖ്യ പ്രഭാഷണം ഒന്ന് ഷാബു സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അത് കണ്ടപ്പോൾ എനിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു വല്ലായ്മ തോന്നി. കാര്യം ഞാനൊരു പ്രാസംഗികനല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ സർഗവേദി രൂപീകരിച്ച കാലം മുതൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ, ഒരു സംഘടന രൂപം കൊണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അതിന്റെ ഒരു വേദിക്ക് രൂപം കൊള്ളുക, അത് പ്രവർത്തനം സജീവമാക്കുക, സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വെച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക, അതൊക്കെ വലിയ ഒരു നേട്ടമാണ്. എൻ്റെ നേട്ടമല്ല, നമ്മുടെ അധ്യാപകരുടെ നേട്ടം. നാളെ ഈ സ്ഥാനത്തേക്ക് വേറെ ഇപ്പൊ ഈ കൊല്ലം ജില്ലയിൽ നിന്നായാലും സംസ്ഥാന തലത്തിലായാലും പുതിയ ആൾക്കാർ വരുമ്പോൾ കലയ്ക്ക് ഒരിക്കലും മരണമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ വല്ലപ്പോഴും നമ്മൾ ഷോർട്ട് ഫിലിമുകളും അമച്ചർ നാടകങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വീട്ടിൽ നിന്നും പലപ്പോഴും സുഹൃത്തുക്കളും ഒക്കെ ഇതിനോട് ബന്ധമില്ലാത്തവർ ചോദിക്കാറുണ്ടെങ്കിലും
ഇതിനെ ആസ്വദിക്കുന്ന ഒരു പിടി ആൾക്കാരാണ് ഉള്ളത്. മറ്റ് തിന്മയിലേക്ക് പോകുന്നത് തടയാനും മനസ്സിൽ സംതൃപ്തിയും ആശ്വാസവും നിറയ്ക്കുന്നതിനും ഇതൊരു കാരണമാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പ്രവർത്തനത്തിലേക്ക്, ഈ ചടങ്ങിലേക്ക്, ഈ ഒരു വലിയൊരു മനോഹരമായ ഒരു അവധി ദിവസത്തെ വൈകുന്നേരത്തെ ഒരു സന്ധ്യയിലേക്ക് എന്നെയും കൂടി ഉൾപ്പെടുത്തിയതിൽ പ്രിയപ്പെട്ട കൊല്ലത്തെ പ്രബുദ്ധരായ എല്ലാ സംഘടനയുടെയും സർഗവേദിയുടെയും പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. AKSUവിന്റെ സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ ശ്രീമാൻ ബിനി പട്ടേരി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ അധ്യക്ഷൻ, ഇവിടെ ഉദ്ഘാടകനായി എത്തിച്ചേർന്ന പ്രമോദ് വെളിയനാട്, ബിജു പേരെ മാഷ്, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന, ജില്ലാ, സബ് ജില്ലാ തലത്തിലുള്ള സഖാക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ സർഗവേദിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. നമ്മുടെ സംഘടനയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്താകെ നമ്മുടെ സംഘടനയുടെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണമെന്ന് സംസ്ഥാന സമ്മേളനത്തിലും തുടർന്നുള്ള ക്യാമ്പിലും ഒക്കെ തീരുമാനിച്ചിരുന്നു. അത് IT സെല്ലായാലും വനിതാവേദിയായാലും സർഗവേദിയായാലും ഒക്കെ. IT സെല്ല് തുടക്കം മുതലേ കാര്യക്ഷമമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാവേദി രൂപീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഒരുപക്ഷെ തീരുമാനിച്ചതായിരുന്നു. മറ്റെന്തോ സാങ്കേതിക ഇതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മാറ്റിവെച്ചത്. സർഗവേദി നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അപ്പുറം സർഗപരതയെ, അല്ലെ സർഗപരമായ വാസനകളെ അധ്യാപകർക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ സംഘടനാ പ്രവർത്തനത്തിന് അതീതമായിട്ട്, ഉപരിയായിട്ട് രൂപം കൊണ്ടതാണ്. എന്നാൽ ഇവിടെ ബിജു സാറ് സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയിലാണ് ഇതിൻ്റെ പ്രവർത്തന തലത്തിലുള്ള ജില്ലാതല ഉദ്ഘാടനം ആദ്യമായിട്ട് ഇവിടെ നടന്നത്. അതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സർഗവേദിയുടെ കൺവീനർ, ചെയർമാൻ, മറ്റ് ജില്ലാ നേതൃത്വം എല്ലാം ഒരുപക്ഷെ ഇത് ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങാക്കി മാറ്റിയത് ഒരുപക്ഷെ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന കൺവീനർ, ചെയർമാനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. തുടക്കം മുതലേ അതിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എന്ത് ഒക്കെ പ്രവർത്തനങ്ങളാണ് സാറേ നമുക്ക് ചെയ്യാവുന്നത്, അല്ലെ എന്തൊക്കെ ചെയ്യണം ഞങ്ങൾ, അങ്ങനെ നമ്മളോട് എപ്പോഴും അങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഉദ്ഘാടനമായി കിട്ടിയ പ്രമോദ് വെളിയനാട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വലിയ സിനിമ താരം എന്നതിനേക്കാൾ ഉപരി, സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതിനേക്കാൾ ഉപരി ഒരു നാടക നടനായി കാണുന്നതാണ് എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് തോന്നുന്നു ഓച്ചിറ സരിക തിയേറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു, നളിനാക്ഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്ന നാടകമാണെന്ന് തോന്നുന്നു. ഒരു 101 വയസ്സുള്ള ഒരു പടുവൃദ്ധനായിട്ട് അഭിനയിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ റീൽസിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് തവണ കണ്ടു. വളരെ കൈയടക്കത്തോടെ ആ ഒരു റോള് നമ്മുടെ എല്ലാം മനസ്സിൽ പതിക്കത്തക്ക രീതിയിൽ ചെയ്ത് അഭിനയിച്ച് കൊതി തീരാത്ത ഒരു കഥാപാത്രം എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച ഒരു വലിയ കഥാപാത്രമായിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് മികച്ച നാടക നടൻ, എനിക്ക് തോന്നുന്നു കുഞ്ഞൻ വേലത്താൻ എന്ന കഥാപാത്രം, മാടൻ മോക്ഷം ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല, ആ കഥാപാത്രത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഒട്ടനവധി 10-70 സിനിമകളിലുള്ള അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ സർഗവേദി ധന്യമാക്കുവാനും ഇത് ഉദ്ഘാടനം ചെയ്യുവാനും അദ്ദേഹത്തെ കിട്ടി. എന്തായാലും
ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്കിവിടെ പര്യവസാനിപ്പിക്കുവാൻ, ഉദ്ഘാടനം ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് പരിമിതികളുണ്ട്. ഇതിന് മുൻകൈയെടുത്ത സർഗവേദിയുടെ ജില്ലാതല പ്രവർത്തകരെയും മറ്റ് സംഘാടകരെയും മുഴുവൻ അഭിനന്ദിക്കുന്നു. ഒപ്പം ഉദ്ഘാടനമായി എത്തിയ പ്രമോദ് വെളിയനാടിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ജയശ്രീ NR അവരെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ഷാബു തെന്നൽ അവർകൾ, നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രമോദ് വെളിയനാട്, മുഖ്യപ്രഭാഷണം നൽകാനായി ഇവിടെ എത്തിച്ചേർന്ന ബിജു സാറ്, ബിനു പട്ടേരി സാർ, അതുപോലെ ഈ യോഗത്തിന് ഇന്ന് നന്ദി അറിയിക്കുന്ന കിഷോർ സാറ്, സ്വാഗതം ആശംസിച്ച ശ്യാമ ടീച്ചർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ സർഗവേദി, സർഗാത്മകതയുടെ ഒരു കൂട്ടായ്മ. പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ നിർവചിക്കാൻ അതീതമായ ചില കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാണ് ഈ സർഗാത്മകത എന്ന് പറയുന്നത്. ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ അതിനെ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ പ്രതിഭയുടെ തൂവൽ സ്പർശമേറ്റ ഒരു പറ്റം കലാകാരന്മാരുടെയും കലാകാരികളുടെയും കൂട്ടായ്മയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഈ നമ്മുടെ സർഗവേദിയുടെ ഉദ്ഘാടനം. അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, അറിവിന്റെ അംശമില്ലാത്ത ഒരു ജീവി പോലും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാ ജീവികളും തൻ്റെ ജന്മവാസനകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ ജന്മവാസനകളെ തൻ്റെ വരുതിയിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നു മനുഷ്യന്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് അത് മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾക്കും അപ്പുറം അതിനെ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും ആവിഷ്കരിക്കാൻ കഴിയുന്നവരാണ് കലാകാരന്മാർ. അവർ അതിനെ ആ രീതിയിൽ ചിത്രീകരിക്കുമ്പോഴാണ് നമ്മൾ അത് ആസ്വദിക്കുന്നതും നമ്മൾ അതിൽ സന്തോഷിക്കുന്നതും. മനുഷ്യനായി ജനിച്ചു എന്ന് കരുതി എല്ലാവർക്കും ഈ സർഗാത്മകത ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഞെട്ടറ്റ് വീണ് കിടന്ന ഒരു പൂവ് പലരും കണ്ടു. പക്ഷെ കുമാരനാശാന് മാത്രമേ അതൊരു കാവ്യ ശില്പമായി മാറ്റാൻ കഴിഞ്ഞുള്ളൂ. ശാസ്ത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആർക്കിമിഡീസ്, അദ്ദേഹത്തിന് മാത്രമേ താൻ കുളിക്കുമ്പോൾ ഉയരുന്ന വെള്ളത്തിന്റെ അളവ്, വ്യാപ്തം, സാന്ദ്രത തുടങ്ങിയവയുമായി ബന്ധപ്പെടുത്താൻ സാധിച്ചുള്ളൂ. തങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ ഭംഗിയിൽ വിശ്വസിക്കുന്നവരാണ് കലാകാരന്മാരും കലാകാരികളും. അങ്ങനെ ഭംഗിയുള്ള ഒരു സ്വപ്നലോകം സൃഷ്ടിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ ഈ സർഗവേദിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, എഴുതുവാൻ മോഹിച്ച വിരലുകളെല്ലാം അക്ഷരം തേടിപ്പോയല്ലോ, പാടുവാൻ മോഹിച്ച പാട്ടുകളും ഈണം മറന്നങ്ങു പോയതാവാം എന്ന് പരിതപിക്കുന്ന ഒരു കലാകാരൻ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. പ്രിയപ്പെട്ട കലാകാര, നിങ്ങൾ എഴുതുവാൻ മോഹിക്കുമ്പോൾ അക്ഷരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. പാടുവാൻ മോഹിക്കുമ്പോൾ മോഹിച്ച ഈണങ്ങളെല്ലാം നിങ്ങളെ തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സർഗവേദി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. അഭിവാദ്യങ്ങൾ, ആശംസകൾ. സന്തോഷകരമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ കീഴടക്കിയ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ജയശ്രീ ടീച്ചറിനെ എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തയായിട്ട് ആശംസ നേരുവാനായി AKSTUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ സജീവ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. സജീവ് സാറേ. സാറ് മീറ്റിലില്ലേ? സാർ ലെഫ്റ്റായോ? ഇടയ്ക്ക് അവസാനിപ്പിക്കാം സാറേ. കിഷോർ സാറിനെ ഇല്ലേ? ഇല്ല ഇല്ല, കിഷോർ സാറേ ഉള്ളൂ. കിഷോർ സാറിനെ വിളിച്ചു. ആശംസ നേരുവാനായിട്ട് നമ്മുടെ
അവസാനിപ്പിക്കാൻ സെല്ലിന്റെ വേണ്ടിയല്ലേ സാർ? കോർഡിനേറ്റർ, നന്ദി. ആ ആ. നന്ദി പറയാം. ഐ ടി സെല്ലിന്റെ കോർഡിനേറ്ററും നമ്മളെ വളരെ നല്ല രീതിയിൽ തന്നെ എന്നെയും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിച്ച് നമ്മുടെ പരിപാടി വിജയകരമാക്കി തീർക്കുന്നതിന് എന്നോടൊപ്പം നിന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും വഴികാട്ടിയുമായ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒരു കുടുംബം തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു അഭിനയ പ്രതിഭ കൂടിയായ നമ്മുടെ രതീഷ് സംഗമം സാറിനെ ആശംസാ പ്രസംഗം നടത്തുവാനായി ഞാൻ ക്ഷണിക്കുകയാണ്. പുകഴ്ത്തിയതാണോ താങ്ങിയതാണോ? ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം എല്ലാവർക്കും കൃത്യമായിട്ട് ധാരണയുണ്ട്. നമുക്ക് ഇപ്പോ നടന്നത് യഥാർത്ഥത്തിൽ ഒരു ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോ ബിജു സാറ് സംസാരിച്ച പോലെ തന്നെ ഏതാണ്ട് 3-4 വർഷമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ തുടങ്ങുകയും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരുപാട് ഒട്ടനവധി മുഹൂർത്തങ്ങൾ നമുക്കുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമുക്ക് AKSTUവിന്റെ പേരിൽ തന്നെ ഒരു വിപ്ലവ ഗാനം ഉൾപ്പെടെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അത് സർഗവേദിയുടെ ഒരു പ്രവർത്തനത്തിനപ്പുറം നമുക്ക് സംഘടനാപരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ആ കാലത്ത് ഉണ്ടാക്കി എന്നുള്ളത് വിസ്മരിക്കാൻ സാധ്യമല്ല. കാരണം നമ്മളുടെ പല സബ് ജില്ലകളിലെ അധ്യാപകരെ ആ ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒത്തൊരുമിപ്പിക്കാനും അതിന്റെ ഒന്നിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ കഴിഞ്ഞത് തീർച്ചയായിട്ടും പിന്നീടുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെയും വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തില് നമ്മളുടെ അധ്യാപകരുടെ കലാപരവും സർഗാത്മകപരവുമായ എല്ലാ കഴിവുകളെയും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി, അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, ഒപ്പം തന്നെ അവയ്ക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുക. നേരത്തെ ഇതുവരെ തുടർന്ന് വന്നതുപോലെ പറ്റുമെങ്കിൽ നമുക്ക് ഇതിന്റെ ഭാവി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അത്തരം പുസ്തകം ബിജു സാറ് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ നേരത്തെ ഒന്ന് സ്റ്റേറ്റ് തലത്തിൽ ചെയ്തത് പറ്റുമെങ്കിൽ നമുക്ക് ജില്ലാ തലത്തിൽ തയ്യാറാക്കി ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഡിജിറ്റലാകുമ്പോൾ നമുക്ക് സാമ്പത്തികമാണ് എപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും. അപ്പോൾ ആ ഒരു പരിമിതി മറികടന്നുകൊണ്ട് ഡിജിറ്റലായിട്ട് പുസ്തകങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നതിനുള്ള ഒരു വേദിയായിട്ടും പിന്നീട് ഇനിയിപ്പോ ഈ വർഷം എനിക്ക് തോന്നുന്നു നമ്മളെ കൊല്ലം ജില്ലയിൽ വെച്ചിട്ടാണ് ഇതിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മളുടെ ജില്ലയിലെ എല്ലാ അധ്യാപക സുഹൃത്തുക്കളുടെയും കൃത്യമായ സഹകരണവും ഏകീകരണവും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് സർഗവേദി പ്രവർത്തനങ്ങളെ കൊണ്ടുപോവുകയും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. മീൻസ് അധ്യാപകരെ മുമ്പ് ഉദ്ഘാടകന് ഇവിടെ സൂചിപ്പിച്ച പോലെ മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ച പോലെ കലാരംഗത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് കൂടുതൽ പേർ ആകൃഷ്ടരായി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അങ്ങനെ സംഘടനയ്ക്കും വ്യക്തിപരമായിട്ടും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വേദിയായിട്ട്, ഒരു സർഗവേദിയായിട്ട് ഇത് മാറും എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ട എല്ലാ ആശംസകളും ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്നു. നന്ദി. യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് AKSTUവിന്റെ ജില്ലാ ട്രഷറർ ശ്രീമാൻ കിഷോർ ടി. ഉള്ള അധ്യാപക സുഹൃത്തുക്കളെ, സർഗവേദിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരെ, പ്രിയമുള്ളവരെ, AKSTUവിന്റെ പ്രിയപ്പെട്ടവരെ, അധ്യാപക സർഗവേദിയുടെ കൊല്ലം ജില്ലാ ഉദ്ഘാടന വേദിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ കൊല്ലം ജില്ലയിലായിരിക്കും ഇത്തരത്തിലുള്ള അധ്യാപക സർഗവേദിയുടെ ഓൺലൈനായിട്ട് ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് നടത്തിയ ജില്ല എന്നുള്ളത്. അതിനായി ഇതിന് നേതൃത്വം നൽകിയ അധ്യാപക സർഗവേദിയുടെ ജില്ലാ പ്രസിഡന്റിനും ട്രഷറർ സെക്രട്ടറിക്കും അടക്കമുള്ള എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വരുന്ന ഒരു വർഷക്കാലത്തേക്ക് AKSTUവിന്റെ നേതൃത്വത്തിൽ അധ്യാപക സർഗവേദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നായി നടക്കാൻ ഉള്ള എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ ഈ ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് ആ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ
ബഹുമാനായ ഷാബു തെന്നൽ, അതോടൊപ്പം ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത നാടക പ്രവർത്തകനും സിനിമ സീരിയൽ താരവും പ്രശസ്തനുമായ നമ്മുടെ പ്രമോദ് വെളിയനാട്, ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ എകെഎസ്യുവിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അധ്യാപക സർഗവേദിയുടെ ചുമതലക്കാരനുമായ പ്രിയപ്പെട്ട ബിജു പേരെ, ഈ യോഗത്തിൽ സംബന്ധിച്ച് സംസാരിച്ച എകെഎസ്യുവിന്റെ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട എം ബിനുസാർ, പ്രസിഡന്റ് കെ സജീവ് കുമാർ, അധ്യാപക സർഗവേദിയുടെ ജില്ലാ സെക്രട്ടറി ശ്യാമ, അതോടൊപ്പം ഈ യോഗത്തിൽ സംബന്ധിച്ച ബഹുമാനായ രതീഷ് സംഗമം, ഈ യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ അധ്യാപക സുഹൃത്തുക്കൾക്കും, നമ്മളെ സെക്രട്ടേറിയറ്റ് അംഗം മുൻ സെക്രട്ടേറിയറ്റ് അംഗം ഷീസാറും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സാറ് നേരത്തെ ലെഫ്റ്റായി പോയി, ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു. സാറിനും അതോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ അധ്യാപക സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.